friends, welcome to my channel Beautiful Life. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റിക് പേഷ്യൻസ്, ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അവർക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അതായത് ജ്യൂസ് ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ചോറിൽ കറിയായിട്ട് ഒഴിച്ച് രുചികരമായി കഴിക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ഡിഷാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നെല്ലിക്ക വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു കോവിഡ് സാഹചര്യത്തിലൊക്കെ നമ്മൾ പ്രതിരോധ ശേഷി വല്ലാതെ വർദ്ധിപ്പിക്കാനായിട്ട് നെല്ലിക്ക സഹായകരവുമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിത് പച്ചയ്ക്ക് കഴിക്കുകയോ അതേ ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ കറി വെച്ചിട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾ ഇതുപോലെ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പിന്നെ ഇപ്പോൾ ഷുഗർ പേഷ്യൻസിന് ഷുഗർ കൺട്രോളിൽ കുറച്ച് വയ്ക്കാനും ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും അങ്ങനെ പല പല ബെനിഫിറ്റ്സാണ്, ഗുണങ്ങളാണ് നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയായി കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കറി വയ്ക്കുമ്പോൾ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നതായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് ഇപ്പോൾ നെല്ലിക്കയ്ക്ക് കൂടുതൽ കയ്പ്പൊക്കെ ഉള്ളതാണെങ്കിൽ 1 കപ്പ് വരെ നിങ്ങൾക്കത് ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിനിയിപ്പോൾ ഈ നെല്ലിക്ക എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം കറിയാക്കിയിട്ട്. ഞാനിപ്പോൾ അതേ ഒരു 9 നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം. നെല്ലിക്കയൊക്കെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കുരു കളഞ്ഞിട്ട് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അടുത്ത ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെറിയൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരല്പം എണ്ണ, അധികം വേണ്ട, ഒരല്പം എണ്ണ, ഒരു 1-2 ടീസ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കുക. ആ എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് അതുപോലെ തന്നെ ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കടുകും പൊട്ടി നന്നായിട്ടൊന്ന് വറ്റൽമുളക് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ അതേ 1 കപ്പ് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ചൂടാക്കിയ ആ വറ്റൽമുളകും ആ കടുകും കൂടെ ആ എണ്ണ സഹിതം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിനി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അരയ്ക്കാനായിട്ട് ഞാനിതെല്ലാം ആ തേങ്ങയും വറ്റൽമുളകും എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ നെല്ലിക്ക ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നെല്ലിക്കയും കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനിത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേണം നിങ്ങൾ അരച്ചെടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഈ പാനിലേക്ക് ഇടുകയാണ്. നമ്മൾ ആ മിക്സിയിലുള്ളത് സൈഡിലൊക്കെ ഉള്ളതും ഒരല്പം വെള്ളം ചേർത്ത്, വെള്ളം കൂടി പോകാൻ പാടില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട് എല്ലാം വാഷ് ചെയ്ത് നമ്മളിതിലേക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. പിന്നെ ഇതിൽ ചേർക്കാനുള്ളത് കുറച്ച് കശ്മീരി മുളക് പൊടി ചേർക്കാനുണ്ട്. ഒരു 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 2 വേണം, 1.5 ടീസ്പൂൺ ആയാലും മതി. നമ്മൾ എരിവിലുള്ള വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഇത് വലിയ കളറില്ലാത്ത വറ്റൽമുളക് ആയതുകൊണ്ടാണ് ആ ഒരു റെഡ് കളർ അരച്ചിട്ടും വരാത്തത്. ഇപ്പോൾ നിങ്ങൾ കശ്മീരി പീരിയൻ മുളകാണ്, മറ്റേ ഉണങ്ങിയ പീരിയൻ മുളകാണെങ്കിൽ ഒരു കളറൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കളറും പിന്നെ ബാക്കി ഒരു ബാക്കിയുള്ള എരിവിനും കൂടെ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ആ 1.5 ടീസ്പൂണായിട്ടുള്ള കശ്മീരി മുളക്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുറച്ച് നേരം ഇതൊന്ന് അതിൻ്റെ ഒരു പച്ച ഇത് മാറാനായിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെക്കണം. കുറച്ച് നേരം ഇതൊന്ന് ഇവിടെ ഇരുന്ന് ചൂടായിക്കോട്ടെ. ഇതിൻ്റെ ആ ഒരു പച്ച മണവും ആ പച്ച ടേസ്റ്റും ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ്. കട്ട തൈര് ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ,
ഇനി ഇതിനെ ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ല തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ, ബിക്കോസ് അത് നല്ല ടൈറ്റ് മിക്സ്ചറാണ് ആവുക തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോൾ, ഒരു 1/4 കപ്പ്, 1/4 തൊട്ട് 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ പാകത്തിന് ചേർക്കുക. എന്നിട്ട് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു തിളപ്പിച്ച് ആറിയ വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിള വന്ന് ഓഫ് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ്ലി വല്ല പച്ചവെള്ളം പോലെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ്, അല്ലെങ്കിൽ ഫിൽറ്റർ വാട്ടർ ആണെങ്കിൽ ഒരു 1/2 കപ്പ് തൊട്ട് 1/4 തൊട്ട് 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു തിള വരുന്നവരെ നിങ്ങൾ ഒന്ന് തിള വന്നാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ആ തിള വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഇതേ തിള വരുന്നുണ്ട് എൻ്റെ ഈ കറിയിൽ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് താളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. താളിക്കാനായിട്ട് ഞാൻ ഒരു തടുക്ക സ്റ്റൗവിലേക്ക് വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയിട്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിത് വേണ്ടത് കടുക്, കുറച്ച് ഉലുവ, പിന്നെ വറ്റൽമുളകും, ഇതുണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് എണ്ണ ചൂടായിട്ട് താളിച്ചെടുക്കാം. ഞാൻ ആ കടുകും നമ്മുടെ ഉലുവയും, മുഴുവൻ ഉലുവയും, കറിവേപ്പിലയും നമ്മുടെ ഇതില്ലേ വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ച് താളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ അതേ തയ്യാറായി നമ്മുടെ ഈ ഒരു നെല്ലിക്ക കറി റെഡി ആയിട്ടുണ്ട്. ഒരു നെല്ലിക്ക പച്ചടി എന്ന് വേണമെങ്കിലും വിളിക്കാം. ഇതൊരു നെല്ലിക്ക കറിയായിട്ട് നമുക്ക് എടുക്കാം. ബിക്കോസ് പച്ചടിക്കാലും ലൂസായിട്ടുള്ളൊരു കറി, നിങ്ങൾക്ക് ഒഴിച്ച് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള ഒരു കറി. നിങ്ങൾക്ക് നെല്ലിക്ക പച്ചടി എന്ന് വിളിക്കാം, പക്ഷേ അതിനേക്കാളും ലൂസാണ്. ഇത് കറിയിൽ ഒഴിച്ച് കഴിക്കുന്ന ഒരു കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ നെല്ലിക്ക കറി എന്ന് ഇതിനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും കഴിക്കാം. ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻസ് ആവണമെന്നല്ല, സാധാരണ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുക. നെല്ലിക്കയുടെ പുളിയും ഒക്കെ ആ തൈരിൻ്റെ ഇതൊക്കെ ചേർന്നിട്ടുള്ള ടേസ്റ്റ് ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ വളരെ രുചികരമാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻസിൽ കൂടെ എന്നെ അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ഡിഷുമായിട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം. ടിൽ ദെൻ ദിസ് ഇസ് ബൈ ഫ്രം ബ്യൂട്ടിഫുൾ ലൈഫ്.